പാക് അധീന കാശ്മീരിലെ ആക്രമണങ്ങളെ ന്യായീകരിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് രംഗത്ത്. പ്രതിഷേധക്കാർക്ക് നേരെ പാക് സേന നടത്തുന്ന ക്രൂര നടപടികളെയാണ് ഖോജ ആസിഫ് ന്യായീകരിച്ചത്. പ്രതിഷേധക്കാർ ഇന്ത്യയെ പോലെ തന്നെ ശത്രുക്കളാണെന്നായിരുന്നു ഖോജ ആസിഫിന്റെ ആരോപണം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തിയെയും കർശനമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഷേധക്കാരുമായി ഇനിയൊരു ചർച്ചയില്ല എന്നും ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനിടെയും ഇന്ത്യക്കെതിരെ ഖോജ ആസിഫ് വിവാദപരമായ പല പരാമർശങ്ങളും നടത്തിയിരുന്നു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വൈദ്യുതി നിരക്ക് വർധനവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയെ ചൊല്ലിയാണ് പ്രതിഷേധം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം POKയിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പോലീസും സുരക്ഷാ സേനയും പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത്. വെടിവെപ്പിൽ 20ഓളം പേര് കൊല്ലപ്പെട്ടതായും 50ഓളം പേർക്ക് പരിക്കേറ്റെന്നുമാണ് റിപ്പോർട്ടുകൾ. ജീവിത ചെലവ് വർദ്ധിക്കുന്നതും സർക്കാരിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയും പ്രതിഷേധങ്ങളെ രൂക്ഷമാകാൻ കാരണമായി. ജൂൺ 5 മുതൽ മേഖലയിലുണ്ടായ പ്രക്ഷോഭങ്ങളിൽ 32 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ സുരക്ഷാ സേന സാധാരണക്കാർക്കു നേരെ വെടിയുതിർത്തതിന്റെയും മൃതദേഹങ്ങൾ വാഹനങ്ങൾ കയറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിനെ തുടർന്ന് പാക് സർക്കാർ നിരോധിച്ച ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയുമായി ബന്ധമുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. സംഘടനയുടെ സ്ഥാപകാംഗമായ ഉമർ നസീറിന്റെ ഇളയ സഹോദരൻ ഉസ്മാൻ നസീറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം JACC 12 അസംബ്ലി സീറ്റുകളിൽ കാശ്മീരി അഭയാർത്ഥികൾക്ക് സംവരണം വേണമെന്നാവശ്യപ്പെട്ട് റാവൽകോട്ടിൽ നിന്ന് മുസഫറാബാദിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മേഖലയിലെ സർക്കാർ രൂപീകരണത്തിൽ ഇസ്ലാമാബാദ് ആസ്ഥാനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനം വർദ്ധിക്കുന്നത് PKയിൽ താമസിക്കുന്നവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് JACC ആരോപിക്കുന്നത്. പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനിടെ സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ മനുഷ്യാവകാശ സംഘടനകൾ സ്വതന്ത്ര അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ അമിതബലം പ്രയോഗിച്ചെന്നും മരണങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണെന്നും കണ്ടെത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ജനാധിപത്യ സംവിധാനത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങളെ ദേശീയ സുരക്ഷാ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാകിസ്ഥാനിൽ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴേലും ഇന്ത്യയെ പരാമർശിക്കുന്ന നിലപാടുകൾ ഉയരുന്നതും ഇപ്പോൾ പതിവായി നടക്കുകയാണ്. പ്രതിഷേധങ്ങൾക്കോ സുരക്ഷാ പ്രശ്നങ്ങൾക്കോ പിന്നിൽ ഇന്ത്യയുടെ സ്വാധീനമുണ്ടെന്ന ആരോപണം മുൻകാലങ്ങളിലും പാകിസ്ഥാൻ ഭരണകൂടം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധക്കാരെ ഇന്ത്യയുമായി താരതമ്യം ചെയ്ത ഖോജ ആസിഫിന്റെ പ്രസ്താവന വിവാദമാകുന്നത്. പ്രതിഷേധങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭരണപരമായ വീഴ്ചകളും പൊതുചർച്ചയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും. പാകിസ്ഥാൻ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും നേരിടുകയാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വിദേശ കടബാധ്യത, പ്രവിശ്യകളിലെ അസംതൃപ്തി എന്നിവ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത്തരം സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളെ ദേശീയ സുരക്ഷാ വിഷയമായി അവതരിപ്പിക്കുന്നത് ഹ്രസ്വകാല രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെങ്കിലും ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസം കൂടുതൽ തകരാനും കാരണമാകും. പാക് അധിനിവേശ കാശ്മീരിലെ സംഭവവികാസങ്ങൾ ഇന്ത്യയും അന്താരാഷ്ട്ര സമൂഹവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിഷയവുമാണ്. ആഭ്യന്തര പ്രതിഷേധങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്ന പാകിസ്ഥാന്റെ സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ചർച്ചകളിലും സ്വാധീനം ചെലുത്തിയേക്കുമെന്നും വിലയിരുത്തലുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.